ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കൂട്ടക്കൊല ആരോപണം ഉയർന്ന ധർമ്മസ്ഥലയിൽ ദുരൂഹത വർദ്ധിപ്പിച്ച് പോലീസിന്റെ മുൻ വിവരാവകാശ മറുപടി. 15 വർഷത്തെ അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ സ്റ്റേഷനിലില്ലെന്ന 2024 മറുപടി വീണ്ടും ചർച്ചയാക്കുകയാണ് ആക്ഷൻ കമ്മിറ്റി. സ്റ്റേഷൻ പരിധിയിൽ 100-ലേറെ മൃതദേഹം കുഴിച്ചുമൂടിയെന്നാണ് സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. 2000 തുടങ്ങിയിട്ട് ഞാൻ 2015 വരെ ഈ ഒരു ബെൽത്തങ്കാട് താലൂക്കിനകത്ത് മിസ്സായവരെയും പിന്നെ അക്കസ്മിക മരണം ഇതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചായിരുന്നു. അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ബെൽത്തങ്കാടി വന്നതെന്ന് പറഞ്ഞെങ്കിൽ 2000 തുടങ്ങിയിട്ട് 2013 വരെയുള്ള റെക്കോർഡുകളെല്ലാം കത്തിച്ച് കളഞ്ഞെന്ന് വേസ്റ്റ് ചെയ്ത് ഇത് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത് വന്നേക്കുന്നത്. പുതിയ പോലീസ് സ്റ്റേഷനിൽ ഞാൻ 2015 തുടങ്ങിയിട്ട് 24 വരെ ഉള്ളത് ചോദിച്ചിട്ട് ഒന്നും തരുന്നില്ല. പബ്ലിസിറ്റി ചെയ്യാൻ പറ്റാത്ത റിപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് എഴുതി തന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്? ആരെ രക്ഷപ്പെടുത്താനാണ് ഞാൻ ചോദിക്കുന്നത്? അർജുൻ കല്യാൺ നമുക്കൊപ്പം ധർമ്മസ്ഥലയിൽ നിന്ന് ചേരുന്നു. അർജുൻ കല്യാൺ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ള കാണാതാകലുകൾ, ദുരൂഹ മരണങ്ങൾ, അസ്വാഭാവിക മരണങ്ങൾ ഒരു രേഖയുമില്ല എന്നതാണോ കഴിഞ്ഞ കൊല്ലം കൊടുത്ത മറുപടി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ ഇപ്പോൾ ഒരു ദുരൂഹത മാറ്റുമ്പോൾ അടുത്ത ദുരൂഹത പൊങ്ങി വരികയാണല്ലോ അർജുൻ? സുജിയ, തീർച്ചയായിട്ടും ദുരൂഹതകൾ ഒഴിയാതെ തന്നെ ധർമ്മസ്ഥലം നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന രീതിയിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി കഴിയുന്നത് അതിൻ്റെ ഒരു രേഖ കൂടിയാണ് ഈ പറയുന്ന വിവരാവകാശ രേഖ. 2024 ഈ ആക്ഷൻ കൗൺസിൽ അംഗമായിട്ടുള്ള ടി ജയന്ത് നൽകിയിട്ടുള്ള അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാക്കിയിരിക്കുന്നത്. ആക്ഷൻ കൗൺസിൽ അംഗം തന്നെ പറയുന്നത് 2000 മുതൽ 2015 വരെ കാലയളവിലുള്ള അസ്വാഭാവിക മരണങ്ങൾ, അതുപോലെ തന്നെ കാണാതായവരുടെ ലിസ്റ്റ്, അവരുടെ ചിത്രങ്ങൾ സഹിതമുള്ള വിവരങ്ങളാണ് താൻ വിവരാവകാശ പ്രകാരം തേടിയത്. പക്ഷേ പോലീസിൽ നിന്ന് നൽകിയിട്ടുള്ള മറുപടി അത് വിചിത്ര മറുപടിയാണ്. ഇത്തരമൊരു രേഖ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നും വിവരാവകാശ രേഖയ്ക്ക് മറുപടിയായി നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു അവ്യക്തത പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ള ചോദ്യമാണ് ആക്ഷൻ കൗൺസിൽ ഉയർത്തുന്നത്. പ്രധാനമായും അവർ പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റെവിടെയെങ്കിലും കാണാതായവരൊക്കെ മറ്റെവിടെയെങ്കിലും കണ്ടുകിട്ടുകയോ അല്ലെങ്കിൽ അവരുടെ മൃതദേഹങ്ങളുമൊക്കെ കണ്ടെത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓരോ പോലീസ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്യുന്ന പരാതികളാണ്, അല്ലെങ്കിൽ അവിടെയുള്ള വിവരങ്ങളാണ്. പക്ഷേ അതുപോലും ഇല്ല എന്നുള്ള ഒരു വിചിത്രമായ മറുപടി അത് ഈ കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. പോലീസ്, കോടതി, അങ്ങനെ എല്ലാ ഇടങ്ങളിലും വലിയ ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഇടപെടുകയും ഈ രേഖകളെല്ലാം തന്നെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പോലീസ് ഇത്തരം രേഖകളെല്ലാം നശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ബലമായിട്ടുള്ള സംശയമാണ് ഈ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ ഉയർത്തുകയും ചെയ്യുന്നത്. എന്തായാലും 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ വലിയ രീതിയിലുള്ള, അതായത് 100 കണക്കിന് മൃതദേഹങ്ങൾ ബെൽത്തങ്ങാടി താലൂക്കിൽ നിന്ന് കാണാതായവരെ ഉൾപ്പെടെ ഈ പറയുന്ന ധർമ്മസ്ഥലയിലുള്ള വനമേഖലയിൽ കുഴിച്ചുമൂടി എന്നുള്ളതാണ് സാക്ഷി ഉൾപ്പെടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായി DNA ഉൾപ്പെടെ പരിശോധിക്കാനുള്ള ഒരു നടപടികളിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഒരു അസ്ഥിയുടെ ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ DNA ഉൾപ്പെടെ പരിശോധിക്കാൻ ഈ കാണാതായവരുടെയും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെയും അസ്വാഭാവിക മരണത്തിൽ സംഭവിച്ചവരുടെയൊക്കെ ബന്ധുക്കളുടെയൊക്കെ DNA സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരമൊരു രേഖ പോലീസ് സ്റ്റേഷനിൽ ഇല്ല എങ്കിൽ അത് കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് 2024 ഈ ആക്ഷൻ കൗൺസിൽ അംഗമായിട്ടുള്ള ടി ജയന്തിന് ലഭിച്ചിട്ടുള്ള വിവരാവകാശ രേഖ ഒരിക്കൽ കൂടി പുറത്തു വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ചർച്ചയാക്കാൻ വേണ്ടി ആക്ഷൻ കൗൺസിൽ ഉദ്ദേശിക്കുന്നത്. ഒരു വർഷം മുൻപ് ലഭിച്ചിട്ടുള്ള വിവരാവകാശ മറുപടിയാണെങ്കിൽ കൂടിയും ആ വിവരാവകാശ മറുപടിക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ്. മറ നീങ്ങാതെ പൂർണ്ണമായും അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതിൽ ഒരു വ്യക്തതയും വരാത്ത ഒരു സംഭവമായി അല്ലെങ്കിൽ ഒരു സ്ഥലനാമമായി ധർമ്മസ്ഥല മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ 3 സ്ഥലങ്ങളിൽ കൂടി അല്ലെങ്കിൽ 3 മാർക്ക് ചെയ്ത പോയിന്റുകൾ കൂടി പരിശോധിക്കാറുണ്ട്. അവിടെ നിന്നെങ്കിലും ഏതെങ്കിലും കാര്യമായ അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഒരു തെളിവ് ലഭിക്കുമോ എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയമൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ലഭിച്ചില്ല എങ്കിൽ കേസിൻ്റെ മുന്നോട്ട് പോക്ക് അനിശ്ചിതത്വത്തിലാവും. പക്ഷേ നിർണായകമായ തെളിവ് ലഭിച്ചാൽ അത് വലിയ ഒരു വഴിത്തിരിവായി മാറും, ഉന്നതരിലേക്ക് വിരൽ ചൂണ്ടുന്നതാവും. സുജിയ, ശരി, വിവരങ്ങൾ നൽകിയത് അർജുൻ കല്യാടാണ്. ധർമ്മസ്ഥലയിൽ നിന്ന് രേഖകളൊന്നും സ്റ്റേഷനിലില്ല, കുഴിച്ചിട്ടൊന്നും കിട്ടുന്നുമില്ല. അതാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.